യുഎസില് നമ്മള് ചില ഒരു യാചകന് നിങ്ങളോട് വെറുതെ വന്ന് കൈ കൂപ്പില്ല. അത് വളരെ കുറച്ച് പേരുണ്ട്. നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോകുമ്പോൾ അവരെന്തെങ്കിലും ചില പെർഫോമൻസുകൾ ചില വേഷം കെട്ടി നിന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു മെക്സിക്കോ ബോർഡറിൽ എത്തിയപ്പോൾ ഒരു ദിവസം ഒരു മലയാളികളും ഇല്ലാത്ത ഒരു സ്ഥലം. അപ്പൊ ഞാന് ജയറാമേട്ടൻ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വണ്ടിക്കകത്ത് ജയറാമേട്ടൻ കൊട്ടുന്ന ഗിഞ്ചറ, ഇങ്ങനെ വെച്ച് കൊട്ടുന്ന ദർബുക്ക്, അങ്ങനെ ധർമ്മജന്റെ കുപ്പി വീണ് ഒരാള് വീണ് ആശുപത്രി. അത് വേറെ അതല്ല, ബസ്സിന്റെ മോളില് ഈ ഒരു കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ വലിയ ഒരു കുപ്പിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ 5 ലിറ്റർ അകത്തുള്ള അവിടുന്ന് മേടിക്കുന്നത് അമേരിക്കയിലുള്ള. ഇവൻ ഇത്തിരി പൊക്കക്കുറവുള്ളതുകൊണ്ട് ഇവൻ ഈ ബസ്സിന്റെ ആ മോളിത്തെ തുറക്കുന്ന സാധനം നമ്മൾ തുറക്കുന്നവർ തുറക്കില്ല. ഇവൻ എങ്ങനെയോ കയറി തുറന്നതും ബസ് ഒരു വളവ് വിളിച്ചിട്ട് അത് നേരെ താഴെ അടി പ്രിയാമണി ഇങ്ങനെ ഇരിക്കുക. പ്രിയാമണിക്ക് പാതി ഉറക്കത്തിൽ ടക്കേ എന്നൊരു ഒച്ചയായിട്ട് പ്രിയാമണിയുടെ തലയില് ഇത്. അപ്പൊ അത് കഴിച്ച് പ്രിയാമണിനെ ഒരു ആശുപത്രിയില് കരുത്ത് കെട്ടി പ്രിയാമണിനെ ആശുപത്രി കയറ്റി. ധർമ്മം പറയുന്നത് കസേരയിലടിച്ച് പ്രിയാമണിയുടെ തല വീണില്ലെന്ന് ധർമ്മം പറയുന്നു. എന്നിട്ട് ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇവർ ആശുപത്രി പോയി 1 മണിക്കൂർ മിച്ചം കിട്ടിയപ്പം ജയറാമേട്ടൻ ആ കൊട്ടുന്ന സാധനം എടുത്തു. ഞാൻ ആ ഇഞ്ചറി എടുത്ത് ആ റോഡ് സൈഡിൽ ഇരുന്ന് കൊട്ടി അക്ഷരാർത്ഥത്തിൽ അമേരിക്കക്കാരെടുത്ത് ഞങ്ങൾ യാചന നടത്തി ഒരു $40-40. അതിലേറ്റവും നമ്മൾ ഈ കൊട്ട് നിൽക്കുമ്പം നമ്മൾ കൊട്ടി ഇത് കിട്ടി ഇനി ആര് പിരിക്കുന്നില്ല. ഞാൻ ഓട്ടോമാറ്റിക്കലി ആ കണ്ണനെ തൊപ്പി എടുത്തിട്ട് നടന്ന് എല്ലാവരും അവനെയൊക്കെ പഠിപ്പിച്ചു വെച്ചേക്ക. അവനൊക്കെ ട്രെയിൻഡാ. ചെണ്ട എടുത്ത് അവൻ തൊപ്പി എടുക്കും. ആ കുടുംബത്തിന് പഠിച്ചു നിൽക്കുന്നവനാ. അച്ഛൻ ചെണ്ട എടുത്ത് ഇവൻ തൊപ്പി എടുക്കും. ഇവര് നല്ലോണം ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ. അത് ലോകത്തിന്റെ പല ഭാഗത്താണല്ലോ യാത്ര. അപ്പൊ അതൊക്കെ പലയിടത്തും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിഷാരടിയും ഒത്തുള്ള യാത്രയിൽ ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് പണിയും തരുന്നുണ്ടെന്നുള്ള മനസ്സിലായി. 70 നമുക്ക് കിട്ടിയില്ല. അത് ആരും കൊണ്ടുപോകും ചെയ്തു. ഇല്ല കിട്ടിയായിരുന്നു. പ്രിയാമണിക്ക് കൊടുത്തതാണ്. ഭക്ഷണമൊക്കെ കഴിച്ച നമ്മുടെ കാശുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു. അത് അതേപോലെ തന്നെ അതായിപ്പോ ശരിക്കും പിഷാരടി വന്നൊരു സബ്ജക്ട് പറഞ്ഞു. അത് തുടങ്ങി അങ്ങനെയാണ് പിഷാരടിയുടെ ഒരു ഫസ്റ്റ് പടം പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നു എന്നുള്ളതും ഇതൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ്. ഇനി ജയറാം, ഞാൻ പറഞ്ഞു വെച്ചാൽ ജയറാമേട്ടന്റെ ഒരു ചേഞ്ച് ഓവർ മൂവി ആയിട്ടാണ് നമ്മളിപ്പം പലപ്പോഴും ഓസ്ലറിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഓസ്ലറിന് ശേഷം പിഷാരടി അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ, പടത്തിന്റെ ഡേറ്റ് തരണം. അതിന് ജയറാമേട്ടൻ ഒരു മാജിക് ഉണ്ട്, അറിയാമോ? ജയറാമേട്ടനെ വെച്ചൊരു പടം ചെയ്താൽ ആ ഡയറക്ടർ അദ്ദേഹത്തെ വെച്ച് മാത്രമേ പടം ചെയ്യുള്ളൂ. കംഫർട്ടാണ്. അത്ര കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്ര കംഫർട്ടാണ്. ഇത് ബോധപൂർവം ഇനിയൊരു പടം ഞാൻ അദ്ദേഹത്തെ വെച്ച് ഇപ്പൊ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചാലേ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് പടം ചെയ്ത് മിക്ക സത്യനന്ദിക്കാട് സാറിന്റെ ഏറ്റവും കൂടുതൽ എടുത്തല്ലോ അദ്ദേഹത്തെ വെച്ച് ചെയ്തിട്ടുള്ള സംവിധായകരെല്ലാം അതിന്റെ അടുത്തേയും അദ്ദേഹത്തെ വെച്ച് തന്നെ ചെയ്യും. അത്രയും ഡയറക്ടർക്ക് കംഫർട്ട് കൊടുക്കുന്ന പറയുന്ന കാര്യം ഡെലിവർ ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് അത്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കും, വരുമ്പോ കാണാം നമുക്കൊരു പരിപാടി എന്ന് പറയുന്ന രീതിയിൽ തന്നെ നർമ്മമുള്ള ചില കഥകളൊക്കെ ആലോചിക്കുമ്പോഴും അദ്ദേഹം മറ്റു ഭാഷകളിൽ അത്യാവശ്യം ഈ സമയത്ത് മുഴുവൻ നല്ല തിരക്കായിരുന്നല്ലോ. എല്ലാം ഇപ്പോ ഒരു പടം റിലീസായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗോസ്റ്റ് വലിയ ചിത്രങ്ങളാണ് അതെല്ലാം. വലിയ ചിത്രങ്ങളാണ്. 11-ാം തീയതി ഓസ്ലർ, 12-ാം തീയതി ഗുണ്ടൂർക്കാരം. മഹേഷ് ബാബു നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. അതെ, അപ്പൊ അവിടെയുള്ള വലിയ പടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പോലെ കൃത്യം 50 ദിവസം ഷൂട്ടിങ് 100 ദിവസം ഷൂട്ടിംഗ് ഒന്നും അല്ല, ഒരു കൊല്ലമൊക്കെയാണ്. ഇവരൊക്കെ എല്ലാ ഹീറോസും കൊല്ലത്തിൽ ഒരുപാട് ഇറക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഗെറ്റപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ജയറാമേട്ടൻ നിൽക്കുന്നത്. ഇപ്പം വീണ്ടും ഓസ്ലറിൽ നമുക്കിനി മലയാളത്തിന് വേണ്ടി കുറച്ച് ഡേറ്റ് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത്. അത് പിഷാരടിയുടെ ഒരു നല്ല സബ്ജക്ട്. അത് വരും, ഉറപ്പായിട്ട്. അതാണ് നമ്മുടെ ഒരു വലിയ ആഗ്രഹം. ഈ പറഞ്ഞപ്പോ നമ്മള് ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ നമ്മള് ജസ്റ്റ് പുതിയ പടങ്ങളുടെ കഥ പറഞ്ഞതുകൊണ്ട് ഗോട്ടിൽ അഭിനയിക്കുന്നു വിജയോടൊപ്പം. അത് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൽ വേറൊരു കഥ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പടം വേണ്ടെന്ന് വെച്ചാണ് വിജയുടെ പടം വന്നതെന്നൊരു സോഷ്യൽ മീഡിയ കിംവദന്തി നടക്കുന്നുണ്ട്. അതായത് തലൈവർ പടം വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കരക്കമ്പിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്, അതായത് രജനീകാന്ത് പടം വിട്ടാണ് വിജയ് പടം ചെയ്തത്. അതൊക്കെ വെറുതെ അടിച്ചിറക്കിയ കഥകളാണ്. എന്താണ് ഗോട്ടില് വീണ്ടും
നമ്മുടെ ഇതിൽ കണ്ടത് തുപ്പാക്കിയിൽ കണ്ടത് പോലത്തെ ഒരു പറയില്ല. character ഇല്ല. റിവീൽ ചെയ്യാറായിട്ടില്ല. വേണ്ട, വേണ്ട. നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ആയിട്ടില്ല. എല്ലാം വെയിറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഓസ്ലറിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു വന്നാൽ, ഓസ്ലറിലെ ക്യാരക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നുണ്ട്. ജയറാമേട്ടൻ ഇപ്പം ചേഞ്ച് ഓവേഴ്സ് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ജയറാമേട്ടൻ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം നല്ല വർക്ക്ഔട്ട് ചെയ്ത് നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് പോയി തടി വെച്ച് ആൾമാർക്കടി നമ്പിയാ വേണ്ടി അത് ഇതേപോലെ വിളിച്ചു പോയി തടി വെക്കാൻ പറയുന്നത്. മുഖമൊക്കെ ഇത്രയുണ്ട് പിഷാരിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോ. അപ്പൊ അത് ഈ ചേഞ്ച് ഓവർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതാണോ? തനിയത് നമ്മുടെ ശരീരം പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. 10-15 ദിവസം കൊണ്ട് ഇത് ചെയ്യാനും പറ്റുന്നു. ഇത് പൂർണ്ണമായിട്ടും ഈ സിനിമ കണ്ട ആളാണ് പിഷാരടി. ഓ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഞാൻ കണ്ടു. അതെ. അപ്പൊ എവിടെയെങ്കിലും റിവ്യൂ അല്ലല്ല സ്ഥിരം കാണുന്ന ജയറാം ഇല്ലല്ലോ. അല്ല ഒന്നുമല്ല. ഞാൻ അതാ പറഞ്ഞത്, അതൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ഉള്ള ആളാണ്. അത് വളരെ ലൗഡറായ നമ്മൾ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനിൽ കാണുന്ന ഒരു ഫയർ അങ്ങനെയല്ല. ഇയാൾക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ഈ ഡിപ്രഷൻ വന്ന ശേഷമുള്ള ഒരു ക്യാരക്ടർ പിടിക്കുക എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ ഉടനീളം ഗംഭീരമായിട്ട്. അതാണ് ശരിക്കും ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഓസ്ലറിൽ ആ കാണുന്ന കുറെ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ മിഥുനെ പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. മിഥുൻ മാനുവലിനെ പറ്റിട്ട് പിഷു കണ്ടതല്ലേ പടം. അപ്പൊ പിഷുവിന് മിഥുനെ പറ്റി പറയാൻ കൂടുതൽ. മിഥുൻ ഈ സിനിമയുടെ ഒരു തുടക്ക സമയത്ത്, അപ്പം ഞാൻ ജയറാമേട്ടനെ വെച്ച് അങ്ങനെ ഒരു സിനിമ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മിഥുൻ ജയറാമേട്ടനെ വെച്ച് ഈ പടം ചെയ്ത ശേഷം ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെ ഞാൻ മിഥുനെ വിളിക്കുമായിരുന്നു. മിഥുൻ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഡേ എബ്രഹാം ഓസ്ലർ ഫസ്റ്റ് ഡേ കഴിഞ്ഞ വഴിക്ക് മിഥുൻ ഫസ്റ്റ് വൈകുന്നേരം വിളിക്കുന്നത് എനിക്ക് അവിടെ കേൾക്കാം. പിഷു ജയറാം ഓക്കെയാണ് കേട്ടോ. എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു, ജയറാമേട്ടനോട് പറയാൻ മടി കാണിക്കരുത്. അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വേണ്ട ഇങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും അത് അതുപോലെ ചെയ്യും. കാരണം മിഥുന് അങ്ങനെ പറയാമോ, എനിക്കുണ്ടായിരുന്ന ഒരു സൗഹൃദമല്ലോ. മിഥുൻ ഡയറക്ടറും ആക്ടറും അല്ലേ. മിഥുൻ അത് പറയുന്നു. അതിനുശേഷം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തൃശ്ശൂർ ഒരു ഫംഗ്ഷൻ പോയപ്പോൾ ഇവര് താമസിക്കുന്ന ഹോട്ടലിന്റെ ലോബിയിൽ വെച്ച് കണ്ടപ്പോഴും മിഥുൻ വളരെ ഹാപ്പി ആയിട്ട് മിഥുൻ അങ്ങനെ, കാരണം നമ്മളെല്ലാം സിനിമയിൽ വരുമ്പോഴും നമ്മൾ പുതിയ ആൾക്കാരെ വെച്ചൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരാണ് ഇവരെ കൂടൊപ്പം വർക്ക് ചെയ്യുക, ഇവര് നമ്മള് പറയാൻ പറ്റുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നതിനകത്ത് വേറൊരു തരം സന്തോഷമുണ്ട്. നമുക്ക് നമ്മൾ ആഗ്രഹിച്ചെടുത്ത് എത്തി എന്നൊക്കെ നമുക്ക് തോന്നുന്ന നിമിഷങ്ങൾ. അപ്പൊ അത് മിഥുനും ഉണ്ടായിരുന്നു. മിഥുൻ അത് വളരെ ഗംഭീരമായിട്ട് ചേട്ടനോട് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടനും ആ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കും കുറച്ചു നാളിന് ശേഷമാണ് ബിഗ് സ്ക്രീനിൽ നമ്മള് ചേട്ടനെ കാണുന്നത്. മലയാളം ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണെന്നുള്ളത് കൊണ്ടെല്ലാം വളരെ രസമുള്ള ഒരു ക്യാരക്ടറും കഥയും സിനിമയുമാണ്.